Dear students, today we are discussing chapter 5 continuity and differentiability. Topic differentiability. കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ വീഡിയോ ചെയ്തു, നമ്മളതിൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതാണ്, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി നോക്കിയേ, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇയറിൽ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ. നോക്കിയേ, ഡെറിവേറ്റീവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നോക്കിയേ, നമ്മളിപ്പോൾ ഒരു ശാന്തമായി കിടന്ന ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടു, അപ്പോൾ എന്ത് ചെയ്യും? സർക്കിൾസ് ഉണ്ടാകും അല്ലേ? ആദ്യം ഒരു ചെറിയ സർക്കിൾ, അത് കഴിഞ്ഞ് വലിയൊരു സർക്കിൾ, പിന്നെ ഇങ്ങനെ സർക്കിൾ എന്ത് ചെയ്യും? കൂടി വരും അല്ലേ? വലിയ സർക്കിൾസ് ആയിട്ട് വരും അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന ആ സർക്കിളിൻ്റെ റേഡിയസിന് വിത്തിൻ സെക്കൻഡ്സിലാണ് അതിൻ്റെ റേഡിയസിന് എന്ത് വരുന്നത്? ചേഞ്ച് വരുന്നത്. കല്ലെടുത്തിട്ട് അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ റേഡിയസിന് എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും അല്ലേ? റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് അല്ലേ? വിത്തിൻ സെക്കൻഡ്സിൽ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച്, ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നത് എന്തിനാണ്? റേറ്റ് ഓഫ് ചേഞ്ച്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഫൈൻഡ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ റേഡിയസിനുണ്ടായ ചേഞ്ച് വിത്തിൻ സെക്കൻഡ്സിൽ. അതുപോലെ തന്നെ വീർത്ത് വരുന്ന ഒരു ബലൂണിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഓക്സിജൻ വിത്തിൻ സെക്കൻഡ്സിൽ ആ ബലൂണിനകത്തേക്ക് ഊതിക്കയറ്റി. അപ്പോൾ നോക്കിയേ, ആ ബലൂൺ വീർത്തുമല്ലേ? അതിൻ്റെ റേഡിയസിന് വിത്തിൻ സെക്കൻഡ്സിലുണ്ടായ ചേഞ്ച് അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചുകൾ, ഇപ്പോൾ ആക്സിലറേഷൻ കൂട്ടി, അപ്പോൾ അതിന് വിത്തിൻ സെക്കൻഡ്സിൽ വന്ന ചേഞ്ച് അത് ഫൈൻഡ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവിൽ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് എന്നതൊരു ഫംഗ്ഷനാണ്, അതൊരു റിയൽ ഫംഗ്ഷനാണ്, റിയൽ വാല്യൂവിലുള്ള ഫംഗ്ഷനാണ്, ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സാണ്, അതുകൊണ്ടാണ് റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് സി ഈസ് എനി പോയിന്റ് ഇറ്റ്സ് ഡൊമൈൻ, ഡൊമൈനിലെ ഒരു പോയിന്റ് ആണ് സി എങ്കിൽ ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ആയാൽ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എച്ച് എന്ന വാല്യൂവിൻ്റെ എങ്ങോട്ട് ടെൻഡ് ചെയ്തു? 0യിലേക്ക്. അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് എങ്ങനെ ആയിരിക്കും? എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി, സി എന്ന് പറഞ്ഞ എക്സ് ടെൻസ് ടു സി ആയതുകൊണ്ടാണ്. അപ്പോൾ സിയുടെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് മാറി സിയിലേക്ക്. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എടുത്താൽ എഫ് ഡാഷ് ഓഫ് സി എന്ന, എഫ് ഡാഷ് ഓഫ് സി നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് സി. സി എന്നത് ഡൊമൈൻ ആയാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സി എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് വായിക്കുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡെറിവേറ്റീവ് ഡി റെപ്രസെന്റിങ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. ഏതിൻ്റെ? ആ ഫംഗ്ഷന്റെ, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എഫ് ഡാഷ് ഓഫ് സി. ഈ ഡി ബൈ ഡി എക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. വീണ്ടും ആ ഫംഗ്ഷൻ്റെ ഒന്നുകൂടെ ഈ ഡി ബൈ ഡി എക്സ് എന്ന ഡെറിവേറ്റീവിൻ്റെ വീണ്ടും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ അത് വീണ്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതും. നോക്കി, അപ്പം ഈ ഫംഗ്ഷനെ നമുക്ക് ഈ ഫംഗ്ഷനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ട് ഡബിൾ ഡാഷുകൾ ഇട്ടാൽ, എഫ് ഡബിൾ ഡാഷ് ഇട്ടാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഒരു ഡാഷേ ഉള്ളെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഡെറിവേറ്റീവ്. അങ്ങനെ ഡെറിവേറ്റീവ് ആദ്യം ഒരു ഡെറിവേറ്റീവ് എടുത്തൊരു ഫംഗ്ഷൻ്റെ വീണ്ടും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ സെക്കൻഡ് ഡെറിവേറ്റീവായി തേർഡ് ഡെറിവേറ്റീവിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. ഇതിപ്പോൾ സിക്ക് പകരം എക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എക്സ് ഇവിടെ അറ്റ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എക്സ് ആണ് ഡൊമൈൻ എങ്കിൽ എഫ് ഓഫ് സി എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്നും പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിരുന്നു ഫസ്റ്റ് ഇയറിൽ. നോക്കിയേ, ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം, ഏത് കണ്ടീഷൻ ഉപയോഗിച്ച് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനാണ്, വി ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷനും ആണെങ്കിൽ, ഓക്കെ, യു എന്നത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനായിട്ട് എടുത്തു. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ
ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഫംഗ്ഷൻ അതിനെ വി ആയിട്ട് എടുത്തെങ്കിൽ നോക്കിയേ ഇവിടെ യു പ്ലസ് വി ദ ഹോൾ ഡെറിവേറ്റീവ്, യുവും വിയും കൂടെ കൂട്ടി അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ എടുത്താൽ മതി, യു ഡാഷ് പ്ലസ് വി ഡാഷ്. എങ്ങനെയാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് അതിനോട് എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും എടുത്ത് കൂട്ടിയാൽ മതി. ഓക്കെ, ഇങ്ങനെ രണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് പകരം എങ്ങനെ എടുക്കാം, യു ഡാഷ് പ്ലസ് വി ഡാഷ് എടുത്താൽ മതി. അതുപോലെ തന്നെ യു മൈനസ് വി ദ ഹോൾ ഡാഷ് ആണെങ്കിലും യു ഡാഷ് മൈനസ് വി ഡാഷ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഈ ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഡെറിവേറ്റീവിനെയാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡാഷ് ഇട്ട് എഴുതുന്നതിന് പകരം അങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, യു ഡാഷ് വി ഡാഷ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുക. ഫംഗ്ഷൻ എക്സിലാണ്, അതുകൊണ്ടാണ് എക്സിൽ ഡെറിവേറ്റീവ് എടുത്തത്. നമുക്ക് വൈയിലായിരുന്നു ഇവിടെ എന്ത് വന്നേനെ, ഡി ബൈ ഡി വൈ എന്ന് വന്നേനെ. എഫ് ഓഫ് വൈ എന്നായിരുന്നെങ്കിൽ ഡി ബൈ ഡി വൈ എന്ന് വന്നേനായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എടുത്ത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, യു പ്ലസ് വി ദ ഹോൾ ഡാഷ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഇപ്പോൾ ആഡ് ചെയ്യാനാണ് പഠിച്ച്, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനുമാണ് ഡെറിവേറ്റീവ് എടുത്തതെങ്കിൽ ഇനി നോക്കിയേ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. യു വി, യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നും വി ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് ഫംഗ്ഷൻ യു ഇൻറ്റു വി എന്ന ഫംഗ്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ രണ്ട് പ്രോഡക്റ്റുകളാണെങ്കിൽ, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റുകളാണെങ്കിൽ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് എങ്കിൽ നോക്കിയേ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതി നമുക്ക് നോക്കിയിട്ട് പിന്നെ എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. രണ്ട് പ്രോഡക്റ്റുകളാണെങ്കിൽ നോക്കിയാൽ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു റൂൾ അപ്ലൈ ചെയ്യും, പ്രോഡക്റ്റ് റൂൾ. ആ റൂൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇതിനെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. നേരത്തെ നമ്മൾ എടുത്തിരുന്നത് വിയും യുവും വിയും ആയിട്ടായിരുന്നു. യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വി ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കതിനെ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതാം, യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ഓറാണ്. നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് എങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിനെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് എടുക്കാൻ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നമ്മളിതിൻ്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഡിവിഷൻ ആണ് എങ്കിൽ, രണ്ട് ഫംഗ്ഷൻ ഡിവിഷൻ ആണ് എങ്കിൽ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ നോക്കിയേ, ഇവിടെ ഡിവിഷനിലാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കണം എന്നുള്ള ഫോർമുലയാണ്. ഡിവിഷൻ ആണെങ്കിൽ നമ്മളവിടെ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യും, പ്രോഡക്റ്റ് അല്ല കോഷ്യൻ്റ് റൂൾ. നോക്കിയേ, ഡിനോമിനേറ്റർ ഇൻറ്റു ജി ഓഫ് എക്സ് എന്നതാണ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, denominator into derivative of numerator minus numerator into derivative of d by dx of g of x, numerator into derivative of denominator whole divided by denominator square, denominator square, denominator സ്ക്വയർ എടുക്കുക. അപ്പോൾ കോഷ്യൻ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നെടുക്കാം. ഇതിപ്പോൾ യുവും വിയും വെച്ച് പറഞ്ഞാൽ യു ബൈ വി ഇസ് ഈക്വൽ ടു നോക്കിയേ വി ഡാഷ് ഇൻറ്റു യു മൈനസ് യു ഡാഷ് ഇൻറ്റു വി ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്നെഴുതാം. എന്താണ് കണ്ടീഷൻ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് എന്നെഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതാം? യു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്നും എഴുതാം. ഓറാണ്, ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ എഴുതാം. നമ്മൾ അറിഞ്ഞിരിക്കണം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ
minus numerator into derivative of denominator whole divided by denominator square എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് ചെയ്യാൻ ഡെറിവേറ്റീവ് എടുക്കാനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കിയേ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നോക്കിയേ, നമ്മളത് കുറച്ച് അറിഞ്ഞിരിക്കണം. നോക്കുക, അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഓർ ഡി ബൈ ഡി എക്സ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ നോക്കി, എ കോൺസ്റ്റൻ്റ് ടൈം ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇപ്പോൾ 2 എന്നത് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. എ എന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, ഇനി നോക്കുക, എക്സ് റൈസ് ടു എൻ അല്ലെങ്കിൽ എക്സ് എന്ന വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുത്താൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഈ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എക്സ് റൈസ് ടു എൻ, എക്സിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ടൊരു വാല്യൂ വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. എൻ എക്സ് റൈസ് ടു അതിൻ്റെ എക്സ്പോണൻ്റ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 അതിൻ്റെ പവർ ഒന്ന് കുറയും. അതായത് എക്സ് റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 5 എക്സ് റൈസ് ടു 5 മൈനസ് 1 എന്ന് എഴുതാം. 5 എക്സ് റൈസ് ടു 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് എക്സ് റൈസ് ടു എൻ. എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ തന്നെയാണ് 1 എന്ന് വന്നത്. എക്സ് എന്ന് എഴുതിയാൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ്, 1 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1 എക്സ് റൈസ് ടു 1 മൈനസ് 1 എന്ന് എഴുതാം. എക്സ് റൈസ് ടു എന്നിൻ്റെ കണ്ടീഷനിലാണ്. നോക്കിയേ, 1 എക്സ് റൈസ് ടു 0 എന്ന് വരും. എക്സ് റൈസ് ടു 0 എന്താകും, 1 ആകും. അപ്പോൾ 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അപ്പോൾ കോൺസ്റ്റൻ്റ് ടൈം കഴിഞ്ഞാൽ അതായത് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 1 എന്ന് കിട്ടി. അതാ ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി നോക്കാം. അടുത്തത് സൈൻ എക്സ് എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ കോസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. ഇപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ടാൻ എക്സ് ഡെറിവേറ്റീവ് ഈസ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇനി നോക്കിയേ, അടുത്തത് നമുക്ക് ഇവിടെ എഴുതാം. കൊസീക് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ്, കൊസീക് എക്സ് സ്ക്വയർ അല്ല, കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടും. മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടും. നോക്കിയേ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് കിട്ടി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടി. ഇനി നോക്കിയേ, സീക്ക് എക്സ് എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നോക്കിയേ, സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടും. സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടും. നോക്ക്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കിയേ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ഇത്രയും ഡെറിവേറ്റീവുകളാണ് നമുക്കുള്ളത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് കിട്ടും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് കിട്ടും. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടും. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്ത കണ്ടീഷനാണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആ ഫംഗ്ഷനുമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ.